നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പൂവിളികളുമായി മലയാളികൾക്ക് വീണ്ടും ഒരു ഓണക്കാലം കൂടി. അത്തം പിറന്നതോടെ മലയാളി ഓണാവേശത്തിലേക്ക്. വ്യാപാര മേഖലയ്ക്കും ഇത് പ്രതീക്ഷകളുടെ പൂക്കാലം. അത്തമായതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളം വിരിഞ്ഞു തുടങ്ങി. ഇനി ഓണം വരെ 10 ദിവസവും ക്ഷേത്രനടയിൽ വിവിധ വർണ്ണങ്ങളിലും രൂപത്തിലുമുള്ള പൂക്കളങ്ങൾ ഒരുങ്ങും. ക്ഷേത്രങ്ങളിൽ രാമായണ മാസാചരണ സമാപനത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിറവാർന്ന സ്മരണയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ഇല്ലം നിറയാഘോഷവും ഭക്തിസാന്ദ്രം. ചാവക്കാട് പൂട്ടിയിട്ട വീടിന്റെ അലമാര കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന കേസിലെ പ്രതികളെ കർണാടകയിൽ നിന്ന് പിടികൂടി. കർണാടക കൊടുചാമുണ്ടി നഗർ സ്വദേശി പ്രസാദ്, മൈസൂർ HD കോട്ട സ്വദേശി ചോട്ട ഫയാസ് എന്ന് വിളിക്കുന്ന ഫയാസ് അഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. ഇവരെ പോലീസ് ചാവക്കാട്ടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വാർത്തകൾ വിശദമായി. ആദ്യം ഓണവിശേഷം. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പൂവിളികളുമായി മലയാളികൾക്ക് വീണ്ടും ഒരു ഓണക്കാലം കൂടി. അത്തം പിറന്നതോടെ മലയാളി ഓണാവേശങ്ങളിലേക്ക് കടന്നു. ഇനി തൊടികളിൽ പൂ പറിച്ചും പൂക്കളം തീർത്തും പുതിയ പുടവകൾ അണിഞ്ഞും രുചി അറിഞ്ഞുമുള്ള ഓണനാളുകളായിരിക്കും. അത്തം 10-ന് പൊന്നോണം എന്നാണ് ചൊല്ലെങ്കിലും ഇക്കുറി 11-ാം നാളിലാണ് പൊന്നോണം. തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ പൂക്കളങ്ങൾ വിരിയുന്ന ഓണക്കാലത്തിന്റെ തിരക്കുകളിലേക്ക് നാട് ഉണർന്നു കഴിഞ്ഞു. വസ്ത്ര പൂവിണികൾ ഇതോടകം തന്നെ സജീവമായിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങൾ നടക്കം വിപണിയിലേക്ക് പൂക്കൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തിരുവോണ ആഘോഷത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തൃപ്പൂണിത്തറയിൽ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിച്ചു. തൃപ്പൂണിത്തറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. നടൻ ജഗദീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2000-ഓളം കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. തനത് കലകളായ പുലിക്കളി, ചെണ്ടമേളം, തെയ്യം തുടങ്ങി വിവിധ കലാരൂപങ്ങൾ ഘോഷയാത്രയിൽ അണിനിരന്നു. അത്തമെത്തിയതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളം വിരിഞ്ഞു. ഇനി ഓണം വരെ 10 ദിവസവും ക്ഷേത്രനടയിൽ വിവിധ വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുള്ള പൂക്കളങ്ങൾ ഒരുങ്ങും. ഗുരുവായൂരിലെ പൂവ്യാപാരികളാണ് കാലങ്ങളായി അത്തം മുതൽ 10 ദിവസം വഴിപാടായി പൂക്കളം തീർക്കാറ്. ദേവീദേവന്മാരുടെ ചിത്രങ്ങൾക്ക് പുറമെ ഗുരുവായൂരപ്പന്റെയും ക്ഷേത്രത്തിന്റെയും മാതൃക പൂക്കളത്തിൽ ഒരുക്കാറുണ്ട്. രാത്രി ക്ഷേത്രനടയടച്ചതിനു ശേഷം തുടങ്ങുന്ന പൂക്കളമിടൽ പുലർച്ചെ ക്ഷേത്രനട തുറക്കുന്നതുവരെ നീളും. വലിയ പൂക്കളങ്ങൾക്ക് ചുറ്റും നിലവിളക്കും ചരാതുകളും കത്തിച്ചുവെക്കും. ദർശനത്തിനെത്തുന്നവർ പൂക്കളത്തിൽ കാണിക്ക സമർപ്പിക്കും. ക്ഷേത്രനടയിൽ വിവാഹിതരാകുന്നവരും ദർശനത്തിനെത്തുന്നവരും പൂക്കളത്തിന്റെ പശ്ചാത്തലത്തിൽ ഫോട്ടോയെടുക്കാൻ മത്സരമാണ്. ഗുരുവായൂരിലെ പൂവ്യാപാരിയായിരുന്ന തേക്കത്ത് ഉണ്ണികൃഷ്ണനാണ് അത്തം നാളിൽ ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളമിട്ട് തുടങ്ങിയത്. ഇതനുസരിച്ച് മറ്റുള്ളവർ ബാക്കി ദിവസങ്ങളിലും പൂക്കളം തീർത്തു തുടങ്ങി. ഉണ്ണികൃഷ്ണൻ 8 വർഷം മുമ്പ് മരിച്ചെങ്കിലും മകൻ സന്ദീപ് അച്ഛന്റെ പാത പിന്തുടരുകയായിരുന്നു. സന്ദീപും കൂട്ടുകാരും ചേർന്നാണ് ഇപ്പോഴും പൂക്കളമൊരുക്കുന്നത്. ഓണത്തെ വരവേൽക്കാൻ അത്തം പിറന്നതോടെ തീരദേശ മേഖലയിൽ പൂവിപണി സജീവമാണ്. ശനിയാഴ്ച അത്തത്തലേന്ന് തന്നെ പൂക്കച്ചവടം ആരംഭിച്ചിരുന്നു. തിരുവോണനാൾ ഉച്ചവരെ രാപ്പകലില്ലാതെ സജീവമായിരിക്കും ഇവിടത്തെ പൂക്കടകൾ. മഞ്ഞ ചെണ്ടുമല്ലി, വാടാർമല്ലി, വെള്ള ജമന്തി, ചുവപ്പ് റോസ് തുടങ്ങിയ വൈവിധ്യമാർന്ന പൂക്കളാണ് വിപണിയിൽ പ്രധാനമായും ഇടം പിടിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ സേലം, ഡിണ്ടിഗൽ, കർണാടകയിലെ ഗുണ്ടൽപേട്ട് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇത്തവണയും പ്രധാനമായും പൂക്കൾ എത്തിച്ചിട്ടുള്ളത്. എന്നാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പൂക്കൾക്ക് ഇരട്ടി വിലയായത് കച്ചവടത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. ഓഗസ്റ്റ് 15 പൊതു അവധിയായിരുന്നതിനാൽ മുൻവർഷങ്ങളിലെ അത്തനാളുകളിൽ ലഭിച്ചതിന് സമാനമായ നല്ല കച്ചവടം ഇത്തവണ ഉണ്ടായില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. വരും ദിവസങ്ങളിലും വിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ഓണത്തോടനുബന്ധിച്ച് ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് കഴിഞ്ഞ 18 വർഷമായി ഞങ്ങൾ പൂക്കച്ചവടം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യവും ഞങ്ങൾ അത്തത്തിൻ്റെ തലേദിവസം പൂക്കച്ചവടം ആരംഭിച്ചു. ഇവിടെ കൂടുതലും കിറ്റിൻ്റെ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു കിറ്റിൽ 6 കളറ് പൂ സപ്ലൈ ചെയ്യുന്നുണ്ട്. 50 രൂപയാണ് ഞങ്ങളതിനെ ഈടാക്കുന്നത്. ചുവപ്പ് ചെണ്ടുമല്ലി, മഞ്ഞ ചെണ്ടുമല്ലി, വാടാർമല്ലി, മഞ്ഞ ജമന്തി, വെള്ള ജമന്തി, വയലറ്റ് ജമന്തി
ഇങ്ങനെയുള്ള കളേഴ്സാണ് ഞങ്ങളൊരു കിറ്റിൽ കൊടുക്കുന്നത്. തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചയാണ് ഗുരുവായൂർ ചൊവ്വലൂർപ്പടി പെരിങ്ങരപ്പാടത്ത് ഇപ്പോൾ കാണാനാവുക. അഭിലാഷ് വിമിത ദമ്പതികളുടെ കഠിനാധ്വാനമാണ് ചുവപ്പും മഞ്ഞയും നിറങ്ങളിൽ പൂത്തുലഞ്ഞത്. 4 സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലായാണ് ഇത്തവണ കൃഷി വ്യാപിപ്പിച്ചിരിക്കുന്നത്. ആകെ 2500 തൈകളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 1250 തൈകൾ കൃഷിഭവനിൽ നിന്നും ബാക്കിയുള്ളവ സ്വകാര്യ നഴ്സറികളിൽ നിന്നുമാണ് വാങ്ങിയത്. ചാണകം, കപ്പലണ്ടി പിണ്ണാക്ക്, ശർക്കര തുടങ്ങിയ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കൃഷി. പ്രകൃതിയോട് ചേർന്നുള്ള കൃഷിരീതിയുടെ ഫലമായി പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പാടം ഇപ്പോൾ നാട്ടുകാർക്കും കൗതുക കാഴ്ചയാണ്. കൃഷിക്കായി സ്വന്തം സ്ഥലമടക്കം വിട്ടു നൽകിയും ആവശ്യമായ പ്രോത്സാഹനം നൽകിയും വാർഡ് കൗൺസിലർ ജലീൽ പണിക്ക വീട്ടിൽ ഒപ്പമുണ്ടായിരുന്നുവെന്ന് അഭിലാഷും നിമിതയും പറയുന്നു. കഴിഞ്ഞ 3 വർഷമായി ഇരുവരും പൂക്കൃഷി നടത്തിവരുന്നുണ്ടെങ്കിലും ഇത്തവണയാണ് ആദ്യമായി കൃഷി വിപുലപ്പെടുന്നത്. 4 ഇടങ്ങളിലായി ആയിരക്കണക്കിന് തൈകൾ വളർത്തിയെടുത്തതോടെ ചെറിയൊരു സംരംഭം മനോഹരമായൊരു പൂപ്പാടമായി മാറിയിരിക്കുകയാണ്. പൂക്കളുടെ നിറവും പാടത്തിന്റെ വിസ്തൃതിയും ഒരുമിച്ചെത്തുമ്പോൾ ഗുരുവായൂരിലെ പെരിങ്ങരപ്പാടത്ത് ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നത് ഒരു മിനി തമിഴ്നാട് പൂപ്പാടം തന്നെയാണെന്ന് പറയാം. അധ്വാനത്തിന്റെയും ജൈവ കൃഷിയോടുള്ള താല്പര്യത്തിന്റെയും മനോഹരമായ കാഴ്ചയാണ് അഭിലാഷിന്റെയും വിമിതയുടെയും പൂക്കൃഷി. തന്നെയാണ് പൂർണ്ണമായിട്ടും ചെയ്തിട്ടുള്ളത്. ഇതിനെന്നെ സംശയങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് യൂട്യൂബിലുള്ള ദിനേഷ് സൗപനിക സാറിന്റെ ഗ്രൂപ്പില്, വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആയിട്ട് അവരാണ് എനിക്ക് ഇതിനെ കുറിച്ചുള്ള ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഈ കൃഷി ചെയ്യാൻ സ്ഥലം എനിക്ക് നമ്മുടെ വാർഡ് കൗൺസിലറായ ജലീലിക്ക് തന്നെയാണ് നമുക്ക് സ്ഥലം തന്നിട്ട് കൃഷി ചെയ്തോളാൻ പ്രോത്സാഹനം എനിക്ക് തന്നിട്ടുള്ളത് അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ വളരെയധികം നന്ദി പറയുന്നുണ്ട്. ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പരിവാർ നാഷണൽ പാരന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വേലൂരിൽ പരിവാർ കുടുംബസംഗമവും ഓണാഘോഷവും നടന്നു. മണിമലർക്കാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ആഘോഷം വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പരിവാർ സ്റ്റേറ്റ് ഡയറക്ടർ PD ഫ്രാൻസിസ് അധ്യക്ഷനായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷൈനി ജിബിൻ, മെമ്പർ ശ്രീമതി ജനാർദ്ദനൻ, പരിവാർ ജില്ലാ പ്രസിഡന്റ് A സന്തോഷ്, AJ ജോസ്, ഉഷ, സജീവ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ നീതി വത്സൻ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. ഗായകൻ അജിത് കൈലാസിന്റെ സംഗീത പരിപാടിയും തുടർന്ന് കുട്ടികളുടെയും അമ്മമാരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 നടക്കുന്ന ചിങ്ങ മഹോത്സവത്തിന് മുന്നോടിയായുള്ള വിളക്കൊരുക്കം നടന്നു. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കിഴക്കേനട മഞ്ജുളാൽ പരിസരത്ത് 251 വാദ്യപ്രതിഭകൾ അണിനിരക്കുന്ന മഞ്ജുളാൽ തറ മേളത്തോടുകൂടിയാണ് ചിങ്ങ മഹോത്സവത്തിന് തുടക്കമാവുക. തുടർന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്ര നടയിലേക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടാകും. പിന്നീട് കിഴക്കേ നടയിലെത്തി 501 നിലവിളക്കുകളിൽ നറുനെയ്യ് ഒഴിച്ച് തെളിയിച്ചാണ് ഗുരുവായൂരപ്പന് സമർപ്പിക്കുക. ഇതിനുള്ള വിളക്കുകളും പണക്കിഴികളുമാണ് ഒരുക്കിയത്. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി കീഴടം രാമൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി അനിൽ കല്ലാട്ട്, ബാലൻ വാർനാട്ട്, ശശികുമാർ കൊടമന, നിർമ്മല നായിക്ക തുടങ്ങിയവർ സംസാരിച്ചു. അത്തപ്പൂക്കളത്തിനുള്ള പൂക്കളും നാടൻ നേന്ത്രക്കുലകളും പുതിയ വസ്ത്രങ്ങളുമെല്ലാം വിപണിയിലെത്തിയതോടെ നാടും നഗരവും ഓണത്തിന്റെ വരവറിയിച്ചു ഉണർന്നു. വ്യാപാര മേഖലയ്ക്കും ഓണക്കാലം പ്രതീക്ഷകളുടെ പൂക്കാലമാണ്. അത്തം പിറക്കുന്ന ദിവസം മുതൽ മലയാളിയുടെ മനസ്സിൽ ഓണം പതിയെ പൂവിടുകയാണ്. വീട്ടുമുറ്റത്ത് പൂക്കളമിടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുമ്പോൾ വിപണിയിലും ഓണത്തിന്റെ തിരക്കുകൾക്ക് തുടക്കമായി. പല നിറങ്ങളിലുള്ള പൂക്കളുമായി പൂക്കച്ചവട കേന്ദ്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കാലത്ത് വീടുകളിലും ബന്ധുമിത്രാദികൾക്ക് ഓണസമ്മാനമായി നൽകുന്നതിനായി നാടൻ നേന്ത്രക്കുലകൾക്ക് ആവശ്യക്കാർ ഏറെയാണെന്ന് ചാലിശ്ശേരിയിലെ പുലിക്കോട്ടിൽ വെജിറ്റബിൾസ് ഉടമ PC ഫ്രാൻസിസ് പറഞ്ഞു. ഓണസദ്യയിലെ പ്രധാന വിഭവമായ നേന്ത്രപ്പഴത്തിനും കായയ്ക്കും വരും ദിവസങ്ങളിൽ ആവശ്യക്കാർ കൂടുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. പൂക്കളമൊരുക്കാൻ പൂക്കൾ വാങ്ങാനെത്തുന്നവരുടെ തിരക്കും വിവിധ സ്ഥലങ്ങളിലെ വിപണിയിൽ പ്രകടമാണ്. വിവിധ നിറങ്ങളിലും ഇനങ്ങളിലുമുള്ള പൂക്കൾ ഇതിനകം വിപണിയിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വിലയിൽ തന്നെയാണ് ഇത്തവണയും പൂക്കൾ വിൽക്കുന്നതെന്ന് ചാലിശ്ശേരി മെയിൻ റോഡിലെ പൂക്കച്ചവട സ്ഥാപനത്തിലെ ജീവനക്കാരൻ ജുവൈദ് പറഞ്ഞു.
അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങൾ മലയാളിയുടെ ജീവിതത്തിൽ ഓണക്കാലത്തിന്റെ ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളാണ്. വീടുകളിൽ പൂക്കളമൊരുങ്ങും, അടുക്കളകളിൽ ഓണവിഭവങ്ങളുടെ മണം നിറയും, വസ്ത്രശാലകളിൽ തിരക്കേറും. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഓണസദ്യയ്ക്കുള്ള സാധനങ്ങളും തേടി ആളുകൾ വിപണിയിലെത്തുന്നതോടെ വരും ദിവസങ്ങളിൽ വ്യാപാരമേഖല കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷ. അത്തത്തിന്റെ ആദ്യ പൂക്കളം മുതൽ തിരുവോണത്തിന്റെ സദ്യ വരെ നീളുന്ന ഓണത്തിന്റെ കാത്തിരിപ്പിന് ഇനി 10 നാൾ ബാക്കി നിൽക്കെ വീടുകളിൽ ഒരുക്കങ്ങൾ തുടങ്ങുമ്പോൾ വിപണിയിലും ഓണത്തിന്റെ നിറവും മണവും നിറയുകയാണ്. ഗുരുവായൂർ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ പി സുനിൽകുമാർ, പി ശ്യാംകുമാർ എന്നിവരെ ആദരിച്ചു. നഗരസഭാ കൗൺസിലർമാരായ ജോയ് ചെറിയാൻ, ജലീൽ പണിക്കവീട്ടിൽ, അസോസിയേഷൻ ഭാരവാഹികളായ ഷാജി കോണ്ടോശ്ശേരി, പി എം ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. ചടങ്ങിൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അതിയാരത്ത്, ഭരണസമിതി അംഗങ്ങളായ സന്ധ്യ ഷിബു, കെ എ അസീസ്, എൻ കെ പ്രഹ്ലാദൻ, ഫ്രജിൻ എഫ്രി തോലത്ത്, ലക്ഷ്മി പനോക്കിൽ, ഉമാദേവി ശശിധരൻ, ബാങ്ക് സെക്രട്ടറി വി ദിവ്യ എന്നിവർ സംസാരിച്ചു. ജീവനക്കാരായ എം എ അബ്ദുൾ റഷീദ്, കെ വിജയകുമാർ, ധന്യ മണികണ്ഠൻ, ഷാജിദ ഫബീഷ്, എം എം അശ്വിൻ, ടി പ്രസന്ന, ദേവകി നടുമുറി തുടങ്ങിയവർ നേതൃത്വം നൽകി. 24 ഇനങ്ങളടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ ഒരു കിറ്റിന് 1610 രൂപ നിരക്കിലാണ് സഹകരണ ബാങ്ക് സബ്സിഡിയോടുകൂടി ജനങ്ങൾക്ക് നൽകുന്നത്. കാട്ടകമ്പാൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലും രാമപുരം റോഡിലുള്ള ചിറക്കൽ ബ്രാഞ്ചിലും പെങ്ങാമുക്ക് ബ്രാഞ്ചിലും കിറ്റുകൾ ജനങ്ങൾക്കു വേണ്ടി വിതരണം ചെയ്യുമെന്ന് ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള നേന്ത്രക്കായ വിപണന മേളയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 8:30 ബാങ്കിന്റെ ചിറക്കൽ ബ്രാഞ്ചിൽ നടക്കും. പൊതുമാർക്കറ്റിൽ നേന്ത്രക്കായയ്ക്ക് വില നിലവാരം ഉയരുമ്പോൾ വില പിടിച്ചു നിർത്താൻ എല്ലാ വർഷവും ബാങ്ക് നടത്തുന്ന നടപടികൾ കൂടിയാണ് ബാങ്കിന്റെ നേന്ത്രക്കായ വിപണന മേളയെന്ന് ബാങ്ക് പ്രസിഡന്റ് അറിയിച്ചു. പാടൂർ കടവ് ചായക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് ആവേശകരമായ തുടക്കം. വൈവിധ്യമാർന്ന കലാസാംസ്കാരിക പരിപാടികളോടെ സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ് പാട്ട് പാടിക്കൊണ്ട് നിർവഹിച്ചു. കഴിഞ്ഞ 5 വർഷമായി കലാകാരന്മാർക്ക് അർഹമായ അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവർക്കായി വേദി ഒരുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടു കൂടിയാണ് കടവ് ചായക്കൂട്ടം പ്രവർത്തിച്ചു വരുന്നത്. നിരവധി ഗായകരും പൊതുപ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നമുക്ക് ഒരുമിച്ച് പാടാം എന്ന പ്രത്യേക സംഗീത പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. അഷ്ടമി രോഹിണിയുടെ വരവറിയിച്ച് ഗുരുവായൂരിൽ ഉറികളെത്തി. പ്രത്യേകം അലങ്കരിച്ച വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന ഉറികൾക്ക് ഭക്തി നിർഭരമായ വരവേൽപ്പാണ് നൽകിയത്. അഷ്ടമി രോഹിണി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ നായർ സമാജത്തിന്റെ നേതൃത്വത്തിലുള്ള ആഘോഷ കമ്മിറ്റിക്കായി എത്തിച്ച 500ഓളം ഉറികൾക്കാണ് മമ്മിയൂർ ക്ഷേത്രസന്നിധിയിൽ ഭക്തിനിർഭരമായ വരവേൽപ്പ് നൽകിയത്. അലങ്കരിച്ച വാഹനത്തിലെത്തിയ ഉറികൾ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു. കുത്തുവിളക്കിന്റെ അകമ്പടിയോടെ ഗോപികമാർ ഓരോന്നായി ഏറ്റുവാങ്ങി. നാമജപങ്ങളുടെയും ആഘോഷത്തിമർപ്പിന്റെയും അകമ്പടിയോടെ ഉറികൾ പൂജാമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു. കൃഷ്ണപ്രതിമയിൽ ഹാരമണിയിച്ചും ആരതിയൊഴിഞ്ഞും ദീപം പകർന്നും ഉറികൾ പൂജാമണ്ഡലത്തിൽ സമർപ്പിച്ചു. തുടർന്നു നടന്ന ഉറി സമർപ്പണ സദസ്സിൽ സമാജം ജനറൽ കൺവീനർ വി അച്യുതകുറുപ്പ് അധ്യക്ഷത വഹിച്ചു. കെ രവീന്ദ്രൻ നമ്പ്യാർ, വി പി ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, പി മുരളീധര കൈമൾ, സുവർണ മനോജ്, വി ശ്രീകൃഷ്ണൻ, മിനി എസ് നായർ തുടങ്ങിയവർ സംസാരിച്ചു. അഷ്ടമിരോഹിണിയുടെ വിളംബരമായി ഗുരുവായൂരപ്പന് നറുവെണ്ണ സമർപ്പണം ഓഗസ്റ്റ് 25 നടക്കും. മമ്മിയൂർ ക്ഷേത്രസന്നിധിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ഘോഷയാത്രയായാണ് നറുവെണ്ണ സമർപ്പണത്തിനായി പുറപ്പെടുക. സെപ്റ്റംബർ 4 ഈ വർഷത്തെ അഷ്ടമിരോഹിണി. ചാവക്കാട് പൂട്ടിയിട്ട വീടിന്റെ അലമാര കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന കേസിലെ പ്രതികളെ കർണാടകയിൽ നിന്ന് പിടികൂടി. കർണാടക കൊടുചാമുണ്ടി നഗർ സ്വദേശി പ്രസാദ്, മൈസൂർ HD കോട്ട സ്വദേശി ചോട്ട ഫയാസ് എന്ന് വിളിക്കുന്ന ഫയാസ് അഹമ്മദ് എന്നിവരെയാണ് തൃശൂർ ജില്ലാ പോലീസ് കമ്മീഷണറുടെ പ്രത്യേക സംഘവും ചാവക്കാട് പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിരവധി മോഷണ കേസുകൾ ഉൾപ്പെടെ കുപ്രസിദ്ധ മോഷണ സംഘത്തിലെ കണ്ണികളാണ് ഇവർ. സംഘത്തിലെ ഒരാളെ കർണാടക പോലീസ് മറ്റൊരു കേസിൽ ആദ്യം പിടികൂടിയിരുന്നു. തുടർന്ന് അന്വേഷണ സംഘം കർണാടക പോലീസുമായി ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടാമത്തെ പ്രതിയും വലയിലായത്.
പ്രതികളെ അടുത്ത ദിവസം ചാവക്കാട് കൊണ്ടുവരും. കഴിഞ്ഞ ജൂലൈ 12-ന് വൈകിട്ട് 4 മണിക്കും 8 മണിക്കും ഇടയിലാണ് ചാവക്കാട് ബ്ലാങ്ങാട് പള്ളത്ത് മനക്കൽ വീട്ടിൽ അബ്ദുൽ കരീമിന്റെ വീട്ടിൽ കവർച്ച നടന്നത്. വീട്ടിലെ പ്രാർത്ഥനാ മുറിയുടെ സമീപത്തുണ്ടായിരുന്ന സ്റ്റീൽ അലമാര തകർത്ത് പ്രധാന അറയിൽ സൂക്ഷിച്ചിരുന്ന 6.5 പവൻ സ്വർണം, 5500 രൂപ എന്നിവയാണ് സംഘം കവർന്നത്. സംഭവത്തിൽ ചാവക്കാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി വരികയായിരുന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിലുള്ള ചാട്ടുകുളം സെന്റ് മേരീസ് കുരിശുപള്ളിയുടെ പെരുന്നാൾ ആഘോഷിച്ചു. വെള്ളി ശനി ദിവസങ്ങളിലായിട്ടായിരുന്നു പെരുന്നാൾ ആഘോഷം. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരം, തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം എന്നിവ നടന്നു. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാന, ധൂപപ്രാർത്ഥന എന്നിവയുണ്ടായി. ഫാദർ ഇഒ ബോയേസി കാർമ്മികത്വം വഹിച്ചു. നേർച്ച സദ്യയോടുകൂടിയാണ് പെരുന്നാൾ ആഘോഷത്തിന് സമാപനമായത്. വികാരി ഫാദർ ടി സി ജേക്കബ്, സഹവികാരി ഫാദർ കുര്യാക്കോസ് ജോൺസൺ, കൈസ്ഥാനി റെജി CI, സെക്രട്ടറി CC ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി പേർ പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തു. സാമൂഹിക സേവനത്തിലൂന്നിയ കലാപ്രവർത്തനം നടത്തുന്ന കുന്നംകുളം സ്വദേശി CL സണ്ണിയുടെ സർഗസഭയ്ക്ക് സുവർണ ജൂബിലി. കലാജീവിതത്തിൽ 50 ആണ്ടുകൾ പിന്നിടുമ്പോഴും നാടിന്റെ പൊതു ഇടങ്ങളിൽ ബോധവൽക്കരണത്തിന്റെയും ചിന്തകളുടെയും സന്ദേശങ്ങൾ എഴുതി സജീവമാണ് ഈ തൃശൂർ ഫൈൻ ആർട്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി. കോവിഡ് കാലത്തെ പൊതുജനാരോഗ്യ സന്ദേശങ്ങൾ മുതൽ മാലിന്യ നിർമ്മാർജ്ജന പ്രചരണങ്ങൾ വരെ തനത് ശൈലിയിൽ ചുവരുകളിൽ പകർത്തി ശ്രദ്ധേയനാണ് പാസ്റ്റർ CL സണ്ണി. തത്വചിന്താപരവും പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതുമായ ചുവരെഴുത്തുകളാണ് ഇന്നിന്റെ കാലയളവിൽ സുവിശേഷകനും കൂടിയായ പാസ്റ്റർ സണ്ണിയുടെ തൂലികയിലൂടെ നാടുനീളെ വിടരുന്നത്. കുന്നംകുളം മടുപ്പുട്ടി ശാന്തിനഗറിലെ ചീരൻ വീട്ടിൽ പാസ്റ്റർ സണ്ണി വരച്ച ചിത്രങ്ങൾ പ്രധാന പട്ടണങ്ങളിലെ ചുവരുകളിൽ കാഴ്ചവിരുന്നൊരുക്കുകയാണ്. തൃശൂർ ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജിലെ പഠനത്തോടെയാണ് തന്നിലെ ചിത്രകാരൻ രൂപപ്പെട്ടതെന്ന് സണ്ണി വ്യക്തമാക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം പ്രചരിപ്പിക്കാനാണ് തൃശൂർ കോർപ്പറേഷൻ, കുന്നംകുളം നഗരസഭ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പൊതുയിടങ്ങളിൽ സണ്ണി ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുൻപ് കോവിഡ് കാലഘട്ടത്തിൽ പൊതുജനാരോഗ്യ സന്ദേശവുമായി കുന്നംകുളം താലൂക്ക് ആശുപത്രി ചുവരിൽ വരച്ച ചിത്രങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. 3.5 പതിറ്റാണ്ട് മുൻപ് സുഹൃത്തിനുണ്ടായ വേർപാട് സണ്ണിയെ സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചു. പഴഞ്ഞിയിൽ ചെറുപ്രായത്തിൽ താമസിക്കുന്ന കാലയളവിലാണ് ചിത്രം വരയ്ക്ക് തുടക്കമിട്ടത്. രാജ്യത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ ശിഷ്യഗണങ്ങൾ ഈ ചിത്രകാരനുണ്ട്. നിരവധി സംഘടനകളുടെ സജീവ പ്രവർത്തകനും കൂടിയായ സണ്ണി സംഗീതജ്ഞനും ഹല്ലേലൂയ ഗോസ്പൽ ടീം സ്ഥാപക ഡയറക്ടറും IPC സഭയുടെ പാസ്റ്ററും കൂടിയാണ്. ഭാര്യ റേച്ചൽ സണ്ണി കലാപ്രവർത്തനങ്ങൾക്ക് സദാ പിന്തുണ നൽകുന്നുണ്ട്. പ്രശസ്തരായ സംഗീതജ്ഞരായ ജുനു സച്ചിൽ സണ്ണി, റോൺ റിച്ചിൽ സണ്ണി എന്നിവർ മക്കളാണ്. ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് പുനഃസംഘടിപ്പിക്കണമെന്ന് ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ഗുരുവായൂർ യൂണിറ്റ് സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. തൊഴിലാളികളുടെ ആനുകൂല്യ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കണമെന്നും തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. AKG സദനത്തിൽ നടന്ന സമ്മേളനം CITU അഖിലേന്ത്യാ കമ്മിറ്റി അംഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PV പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KC അനിൽ, CITU ഏരിയ സെക്രട്ടറി AS മനോജ്, ഏരിയ വൈസ് പ്രസിഡന്റ് ഉണ്ണി വാർനാട്ട്, കോർഡിനേഷൻ കൺവീനർ ജെയിംസ് സാലൂർ, MK സജീവൻ, KV സുബീഷ്, NC രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷകയായി മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി ഏഞ്ചലിന മരിയ സിൻഡോ. ചിങ്ങം 1 കർഷക ദിനത്തിൽ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് വ്യത്യസ്ത മേഖലകളിലെ കർഷകരെ ആദരിക്കുന്ന ചടങ്ങിലാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഏഞ്ചലിനെയും ആദരിക്കുക. CCTV മുൻ മാനേജർ സിൻഡോ ജോസ് ചൂണ്ടലിന്റെയും ചാവക്കാട് BRC ജീവനക്കാരി ജോൽസിന ടീച്ചറുടെയും മകളാണ് ഏഞ്ചലീന. കിഴക്കാളൂരിലെ വീട്ടുപറമ്പിലും പരിസരത്തുമായാണ് ഏഞ്ചലീനയുടെ കൃഷി. മഞ്ഞൾ, ഇഞ്ചി, പയർ, വഴുതന, പച്ചമുളക് എന്നിവയാണ് ഇപ്പോൾ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് വീടിന്റെ പരിസരത്ത് വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് പച്ചക്കറി തൈകളിൽ പലതും നശിച്ചുപോയ സാഹചര്യമുണ്ടായതായി ഏഞ്ചലീന പറഞ്ഞു. അമ്മയും അപ്പനും അമ്മാമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇങ്ങനെ കൃഷി ചെയ്യാനൊക്കെ നല്ല സപ്പോർട്ടാണ്. മുന്നത്തെ പ്രാവശ്യമൊക്കെ നല്ല രീതിയിൽ കൃഷി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വെള്ളമൊക്കെ കയറിയപ്പോൾ അതൊക്കെ പോയി. എന്നാലും ഞങ്ങൾ അത്യാവശ്യം പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥി കർഷകയായിട്ട് എന്നെ തിരഞ്ഞെടുത്തതിൽ ഞാൻ നല്ല ഹാപ്പിയാണ്. എനിക്ക് നല്ല അഭിമാനമുണ്ട്. ചെറിയ ക്ലാസുകളിൽ പഠനം നടത്തുമ്പോൾ മുതൽ തന്നെ കൃഷിയോട് പ്രത്യേകമായ ഒരു അഭിരുചി പുലർത്തി വന്നിരുന്ന ഏഞ്ചലീനയ്ക്ക് അമ്മൂമ്മയും അപ്പനുമമ്മയും മികച്ച പ്രോത്സാഹനമാണ് നൽകി വരുന്നത്.
പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏഞ്ചലിനയും ഒപ്പം മറ്റു കുടുംബാംഗങ്ങളും തികഞ്ഞ സന്തോഷത്തിലാണ്. മികച്ച വിദ്യാർത്ഥി കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ട വിവരമറിഞ്ഞതിനെ തുടർന്ന് മാലിദ്വീപിൽ ജോലി ചെയ്യുന്ന പിതാവ് സിൻഡോ വീഡിയോ കോൾ വഴി ഏഞ്ചലിനയെ അഭിനന്ദിച്ചു. നല്ല അഭിപ്രായമാണ്. വരുന്ന കുട്ടികളെല്ലാം ഇതേപോലെ എന്താ പറയാ, നന്നായി പേരൻസിന്റെ ഒക്കെ ഒപ്പം നിന്നിട്ട് കൃഷി കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നന്നായി ഇത് ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഏഞ്ചലിന മരിയ സിൻഡോയ്ക്ക് ഇങ്ങനൊരു അവാർഡ് കിട്ടിയതില്. അതിനൊപ്പം ബാക്കിയുള്ള കുട്ടികൾക്കും അതൊരു നല്ലൊരു പ്രചോദനമാവട്ടെ എന്നുള്ളൊരു ആശംസയാണ്. അമ്മൂമ്മയുടെയും അപ്പന്റെയും അമ്മയുടെയും പിന്തുണയും പ്രോത്സാഹനവുമാണ് തന്റെ കൃഷിയുടെ പ്രചോദനമെന്ന് ഏഞ്ചലീന പറഞ്ഞു. പഞ്ചായത്തിലെ മികച്ച കർഷകർക്കൊപ്പം തനിക്കു ലഭിച്ച അംഗീകാരം കൃഷിരംഗത്ത് തനിക്ക് കൂടുതൽ മികവോടെ മുന്നോട്ടു പോകാനുള്ള കരുത്താകുമെന്ന വിശ്വാസത്തിലാണ് ഈ കുട്ടി കർഷക. ഇതില് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടിയത് ഇവരൊക്കെ കാരണം തന്നെയാ. വീട്ടിലുള്ള അമ്മയൊക്കെ കാരണം തന്നെയാണ്, അപ്പനൊക്കെ കാരണം തന്നെയാണ്. പിന്നെ ഇത് എനിക്ക് ഇനി ഫ്യൂച്ചറിൽ കാർഷിക മേഖലയോടുള്ള ഇൻട്രസ്റ്റും കൂടി വന്നു. ഗുരുവായൂർ കോട്ടപ്പടി പരദേവത ക്ഷേത്രകുളത്തിൽ കുളിക്കുന്നതിനിടെ നഷ്ടപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ സ്വർണ്ണമാല അഗ്നിരക്ഷാസേന സ്കൂബ സംഘം മുങ്ങിയെടുത്ത് നൽകി. ഗുരുവായൂർ ദേവസ്വം വാദി വിദ്യാലയത്തിലെ നാദസ്വര വിദ്യാർത്ഥി അമൽ മാധവിന്റെ 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് കുളത്തിൽ വീണത്. ഏകദേശം 22 അടി താഴ്ചയുള്ള കുളത്തിൽ നിന്ന് മാല കണ്ടെത്താനായി ഗുരുവായൂർ അഗ്നിരക്ഷാസേനയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എസ് സുമൻ, സനിൽ എന്നിവരാണ് മുങ്ങി തപ്പിയെടുത്തത്. ഏകദേശം 1 മണിക്കൂറോളം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മാല കണ്ടെത്താനായത്. തുടർന്ന് ഗുരുവായൂർ സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാൽ മാല അമൽ മാധവിന്റെ പിതാവും നാദസ്വര വിദ്വാനുമായ പുഷ്പദാസിന് കൈമാറുകയായിരുന്നു. പുന്നീർകുളത്തെ അണ്ടത്തോട് പ്രദേശവാസികളുടെ മൗനം ദേശീയപാത അധികൃതർ മുതലെടുക്കുകയാണ്. കാന നിർമ്മാണത്തിന്റെ ഭാഗമായി 100 മീറ്റർ പണികൾക്കായി റോഡ് അടച്ചത് നാട്ടുകാർക്ക് ദുരിതമായി മാറുകയാണ്. അണ്ടത്തോട് പാലത്തിന് സമീപം മുതൽ മന്നലാംകുന്ന് നയാര പെട്രോൾ പമ്പ് വരെയാണ് കിഴക്കേ സർവീസ് റോഡ് അടച്ചുകെട്ടിയിട്ടുള്ളത്. 4 ദിവസം മുമ്പ് കാന നിർമ്മാണത്തിന്റെ പേരിലാണ് അടച്ചതെങ്കിൽ ഇതുവരെയായിട്ടും പണികൾ തുടങ്ങിയിട്ടില്ല. മന്നലാംകുന്ന് ചക്കോലയിൽ റോഡ് മുതൽ AKG റോഡ് വരെ കഷ്ടിച്ച് 100 മീറ്റർ ദൂരത്ത് കാനയ്ക്കായി കുറച്ച് പൊളിച്ചിട്ടതൊഴിച്ചാൽ മറ്റു നിർമ്മാണങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. അണ്ടത്തോട് മുതൽ മന്നലാംകുന്ന് വരെ റോഡിന്റെ കിഴക്കു ഭാഗത്തുള്ളവർ അവരുടെ വാഹനങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ ബുദ്ധിമുട്ടിലാണ്. മന്നലാംകുന്ന് കിഴക്കേ സർവീസ് റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനാണ് റോഡ് അടച്ചത്. ഇവിടെ 100 മീറ്ററോളം ഭാഗത്ത് കാന ഉയർത്തി നിർമ്മിക്കുന്ന പണിയാണ് നടക്കേണ്ടത്. നിർമ്മാണം നടക്കുമ്പോഴും ഒരു വരിയിൽ വാഹനങ്ങൾക്ക് കടന്നുപോകാം എന്നിരിക്കെയാണ് ദേശീയപാത അധികൃതർ റോഡടച്ചത്. അടച്ചുകെട്ടിയ 2 ഭാഗത്തും വലിയ കോൺക്രീറ്റ് സ്ലാബുകൾ നിരത്തി വച്ചിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷയ്ക്ക് കഷ്ടിച്ച് കടന്നുപോകാനുള്ള വഴി മാത്രമാണ് നൽകിയിട്ടുള്ളത്. നിർമ്മാണം എന്ന് തുടങ്ങുമെന്നോ എന്ന് അവസാനിപ്പിക്കുമെന്നോ ഒരു വ്യക്തതയും ഇപ്പോഴുമില്ല. അണ്ടത്തോട് മുതൽ ആൽത്തറ പ്രദേശവുമായി ബന്ധപ്പെടുത്തുന്ന പ്രധാന പാതയായ പാപ്പാളി പനന്തറ റോഡ് ഉൾപ്പെടെ 5 റോഡുകളുണ്ട്. ബസ്സുകൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് എന്നതിനാൽ ബസ്സിൽ കയറാനും പെടാപ്പാടുപെടുകയാണ് നാട്ടുകാർ. സ്കൂൾ വാഹനങ്ങൾ ഇതുവഴിയുള്ള സർവീസ് നിർത്തിയതോടെ വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടിലാണ്. കാന നിർമ്മാണം അവസാനിക്കുന്നതുവരെ റോഡ് അടച്ചിടുന്നതിനു പകരം വൺ വേ ആയി ക്രമീകരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം ഇതു സംബന്ധിച്ച് പ്രദേശവാസികൾ പ്രതികരിക്കാത്തതാണ് ദേശീയപാത അധികൃതർക്ക് ഗുണപ്രദമാകുന്നത്. ചെറിയ ആവശ്യങ്ങൾക്ക് പോലും കൊടിപിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രദേശവാസികളെ മൊത്തം ദുരിതത്തിലാക്കിയ ഈ വിഷയത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. ദേശീയപാത അധികൃതരുടെ പൊതുജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കണമെന്ന് SDPI പുന്നൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. 3 വർഷക്കാലമായി ഈ പ്രദേശത്തുകാരെ ദുരിതത്തിലാക്കുന്ന സമീപനമാണ് അധികൃതർ സ്വീകരിക്കുന്നത്. കാന ഉയർത്താൻ വേണ്ടി റോഡ് പൊളിച്ചിടുകയും അതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണമൊന്നും നടത്താത്ത സ്ഥിതിയാണ്. വിദ്യാർത്ഥികളുടെ യാത്രകൾ അത്യന്തം അപകടകരമാകുന്ന സ്ഥിതിയും നാട്ടുകാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസുകൾ വിളിക്കാനാകാത്ത സാഹചര്യം ഉൾപ്പെടെ നിലനിൽക്കുമ്പോൾ ബന്ധപ്പെട്ടവർ നടപടികളൊന്നും സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും വിഷയത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരമായി മുന്നോട്ടു പോകുമെന്നും SDPI നേതാക്കളായ യഹിയ മന്ദലാകുന്ന്, സക്കരിയ പൂക്കാട്ട്, സുബൈർ കുന്നിക്കൽ, മുനീർ പെരിയമ്പലം എന്നിവർ പറഞ്ഞു. CITU കോർഡിനേഷൻ കൺവെൻഷൻ ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ ചേർന്നു. CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ പ്രസിഡന്റ് KM അലി, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ എന്നിവർ സംസാരിച്ചു. മുതിർന്ന CITU അംഗം TS ദാസൻ പതാക ഉയർത്തി.
പ്രീജ ദേവദാസ് രക്തസാക്ഷി പ്രമേയവും CK തോമസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പ്രവർത്തന റിപ്പോർട്ട് കൺവീനർ KC സുനിൽ അവതരിപ്പിച്ചു. വിവിധ ഘടക യൂണിയനുകളെ പ്രതിനിധീകരിച്ച് 20 അംഗ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. കൺവീനറായി KC സുനിൽ, ജോയിന്റ് കൺവീനറായി CK തോമസ് എന്നിവരെ തെരഞ്ഞെടുത്തു. KC സുനിൽ സ്വാഗതവും മുരളി നന്ദിയും പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ രാമായണ മാസാചരണ സമാപനത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിറവാർന്ന സ്മരണയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ഇല്ലം നിറയും നടന്നു. വിശദാംശങ്ങളിലേക്ക്. പുനീർകുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ അഖണ്ഡനാമ യജ്ഞവും അന്നദാനവും നടത്തി. ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളുണ്ടായിരുന്നു. പൂജകൾക്ക് മേൽശാന്തി പുത്തൻചിറ പുഴിക്കാട്ടുമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നേതൃത്വം നൽകി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാവിലെ എല്ലാ ദിവസവും ഔഷധക്കഞ്ഞി വിതരണവും വൈകിട്ട് രാമായണ പാരായണവും ഉണ്ടായിരുന്നു. കർക്കിടകം 30 നടത്തിയ അഖണ്ഡനാമയജ്ഞത്തിന് സേതുസ്വാമി വൈലേരി നേതൃത്വം നൽകി. രാവിലെയും വൈകിട്ടും അന്നദാനവും നടത്തി. പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ, സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ, ട്രഷറർ പുഷ്പാകരൻ പാറക്കാട്ട് തുടങ്ങിയവരും ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. പുതുശ്ശേരി അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ നട തുറക്കലിനു ശേഷം വിശേഷാൽ പൂജകൾ നടന്നു. ആലാട്ട് കൃഷ്ണൻകുട്ടിയുടെ പഴുനാന പാടശേഖരത്തിൽ നിന്നുള്ള കതിർക്കറ്റകൾ രാവിലെ ആൽത്തറയിലെത്തിച്ചു. തുടർന്ന് മേൽശാന്തി പട്ളയിലത്ത് രമേശ് ഭട്ട് കതിർക്കറ്റകൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. പൂജകൾ നടത്തിയ ശേഷം ഭക്തജനങ്ങൾക്കായി വിതരണം ചെയ്തു. നിരവധി ഭക്തജനങ്ങൾ ഇല്ലനിറ ചടങ്ങുകളിൽ പങ്കെടുത്തു. ക്ഷേത്രം ഭാരവാഹികളായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, UK ബിനീഷ്, CS ജിജി എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി 1 മാസം നീണ്ടുനിന്ന രാമായണ പാരായണത്തിന് സമാപനമായി. എല്ലാ ദിവസവും രാവിലെ 9:45 മുതൽ 10:45 വരെ നടന്നിരുന്ന രാമായണ പാരായണത്തിൽ 10ഓളം പേർ പങ്കെടുത്തിരുന്നു. ക്ഷേത്ര മേൽശാന്തി കുഴിപ്പുറം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പാരായണത്തിൽ പങ്കെടുത്തവർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ചിങ്ങമാസം 1-ാം തീയതി തിങ്കളാഴ്ച അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവ ഉണ്ടായിരിക്കും. 10 ലക്ഷം രൂപയോളം ചെലവ് ചെയ്ത് ക്ഷേത്രനട കരിങ്കൽ വിരിക്കുന്ന പ്രവൃത്തിയുടെ 1ാം ഘട്ടം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം രാവിലെ 7:30 നടക്കും. ഗജപൂജയ്ക്കെത്തുന്ന ആനയെ ശംഖുവിളിച്ചും കേളിക്കൊട്ടോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചുമാണ് ഉദ്ഘാടനം. ക്ഷേത്രം തന്ത്രി ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും. ചൂണ്ടൽ പയ്യൂർക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറ ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്ക് ശേഷം രാവിലെ 8:30 ക്ഷേത്രമേൽശാന്തി രാജൻ തിരുമേനി കാർമ്മികനായി കതിർക്കറ്റകളുടെ പൂജ ആരംഭിച്ചു. തുടർന്ന് പൂജിച്ച കതിർക്കറ്റകളെടുത്ത് ക്ഷേത്രമേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്ര പ്രദക്ഷിണം ചെയ്തതിനു ശേഷം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് രാമൻ തിരുമേനി, സെക്രട്ടറി സുധാകരൻ പാലിയത്ത്, ട്രഷറർ P ബൈജു, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വന്നിരുന്ന രാമായണ മാസാചരണത്തിന് സമാപനമായി. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ലൈബ്രറി ഉപദേശക സമിതി അംഗങ്ങളായ VP ഉണ്ണികൃഷ്ണൻ, ഷാജു പുതൂർ, ദേവസ്വം പബ്ലിക്കേഷൻ മാനേജർ KG സുരേഷ്, മുരളി പുറനാട്ടുകര എന്നിവർ സംസാരിച്ചു. രാമായണ മാസാചരണ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രശ്നോത്തരി, രാമായണ പാരായണ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുന്നംകുളം കക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഇല്ലനിറയും തൃപ്പുത്തരിയും നടന്നു. ചെമ്മന്തിട്ട പാടശേഖരത്തിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ 250ഓളം കതിർക്കറ്റകളാണ് ചടങ്ങിനായി ഉപയോഗിച്ചത്. രാവിലെ 5:30 കതിർക്കറ്റകൾ ക്ഷേത്രത്തിനകത്ത് നമസ്കാര മണ്ഡപത്തിലെത്തിച്ചു. തുടർന്ന് ക്ഷേത്രമേൽശാന്തി മുല്ലനേഴി ദിലീപൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജിച്ചതിനു ശേഷം രാവിലെ 8:30 മുതൽ കതിർക്കറ്റകൾ ഭക്തജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു. രാവിലെ 5:30 ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 1008 നാളികേരം കൊണ്ടുള്ള പ്രത്യക്ഷ മഹാഗണപതി ഹോമവും നടന്നു. ഇതിനുശേഷം ഗജപൂജയും ആനയൂട്ട് ചടങ്ങുകളും ഉണ്ടായി. വിശേഷാൽ നിവേദ്യമായ 500 ലിറ്റർ തൃപ്പുത്തരി പായസമാണ് ക്ഷേത്രത്തിൽ നിവേദിച്ചത്. ചടങ്ങുകളുടെ ഭാഗമായി എല്ലാ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണവും തിരക്ക് നിയന്ത്രിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങളും ക്ഷേത്രം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. പെങ്ങാമുക്ക് ശ്രീ പീഡികേശ്വരം സ്വയംഭൂ ശിവക്ഷേത്രത്തിൽ ഇല്ലനിറ ക്ഷേത്രം മേൽശാന്തി കോട്ടൂർ നീലമന
ഗോവിന്ദൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം കഴകം മോഹനൻ നമ്പീശിന്റെയും നേതൃത്വത്തിൽ നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് അശോകൻ പെങ്ങാമുക്ക്, സെക്രട്ടറി പ്രദീപ് കുന്നത്ത്, ട്രഷറർ സുരേഷ് എം കെ, ജോയിന്റ് സെക്രട്ടറി സന്തോഷ് VC, ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പൂജിച്ച നെൽക്കതിർ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. വടക്കേകാട് കപ്പിളിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഇല്ലംനിറ, ഔഷധകഞ്ഞി വിതരണം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ശശിധരൻ ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി റോഷൻ പോറ്റിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജകളും പ്രത്യേക ചടങ്ങുകളും നടന്നത്. പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകൾക്ക് ശേഷം നെൽക്കതിരുകൾ സമർപ്പിച്ചുകൊണ്ടുള്ള ഇല്ലംനിറ ഭക്തിനിർഭരമായി. തുടർന്ന് രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പ്രത്യേക ഔഷധക്കഞ്ഞിയൂട്ടും വിതരണവും ക്ഷേത്രത്തിൽ നടത്തി. ക്ഷേത്രഭരണസമിതിയുടെയും മാതൃസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടികൾ നടത്തിയത്. ക്ഷേത്രം പ്രസിഡന്റ് പ്രമോദ് കിളിയമ്പറമ്പിൽ, സെക്രട്ടറി ധനേഷ് താമരശ്ശേരി, ഭാരവാഹികളായ MP പ്രജീഷ്, MA മോനിഷ്, മാതൃസമിതി ഭാരവാഹികളായ പ്രസിഡന്റ് നിർമ്മല മണികണ്ഠൻ, സെക്രട്ടറി ലീലാമിത്രൻ, മറ്റംഗങ്ങളും പ്രദേശവാസികളായ ഭക്തജനങ്ങളും നേതൃത്വം നൽകി. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. ചെങ്ങഴിക്കോട് നമ്പ്യാരുടെ പടനായകനായ ഒറ്റയിൽ നായർ കൊടുങ്ങല്ലൂർ ക്ഷേത്രദർശനം കഴിഞ്ഞ നേരം തിരിച്ചുള്ള യാത്രയിൽ കുടപ്പുറത്ത് ദേവി വന്നു എന്നാണ് ഐതിഹ്യം. ഒറ്റയിലെത്തിയ ഭഗവതിയെ ചെങ്ങഴിക്കോട് നമ്പ്യാർ അവകാശപ്പെടുത്തിയ കഴകപ്പുര നമ്പ്യാരും പറക്കൂത്ത് നമ്പ്യാരും ചേർന്ന് പൊതുവായ സ്ഥലം കണ്ടെത്തി ക്ഷേത്രം നിർമ്മിച്ചു കുടിയിരുത്തുകയായിരുന്നു എന്നാണ് ചരിത്രം വാമൊഴിയായി പറയപ്പെടുന്നത്. 18-കാവിലെ തട്ടകമായ ക്ഷേത്രത്തിലെ ഇല്ലനിറ ചടങ്ങുകൾ താന്ത്രിക വിധിയോടെയുള്ള ചടങ്ങുകളോടെയാണ് നടന്നത്. ക്ഷേത്രം മേൽശാന്തി ഇൻചാർജ് പ്രതീഷ് നമ്പൂതിരി ഹനുമാൻ ആലിന് സമീപത്തുനിന്നും കതിർക്കുലകൾ ക്ഷേത്രത്തിലെത്തിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, മാതൃസമിതി പ്രസിഡന്റ് ഇന്ദിരാ ബാലകൃഷ്ണൻ, സെക്രട്ടറി ശൈലജ തുടങ്ങിയവർ പങ്കെടുത്തു. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറ നടന്നു. ക്ഷേത്ര നടപ്പുരയിൽ ഒരുക്കിയ കതിർക്കറ്റകൾ ശുദ്ധിവരുത്തി പൂജിച്ചതിനുശേഷം ക്ഷേത്ര മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി കതിർക്കറ്റകൾ തലയിലേന്തി ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. ആദ്യം ഭഗവതിക്കും പിന്നീട് ഉപദേവന്മാർക്കും സമർപ്പിച്ചു. തുടർന്ന് പ്രസാദമായി നെൽക്കതിരുകൾ ഭക്തർക്കും വിതരണം ചെയ്തു. ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളും ഭക്തരും ഇല്ലനിറയ്ക്ക് നേതൃത്വം നൽകി. കോട്ടപ്പുറം മണ്ണതൃക്കോവ് ശിവക്ഷേത്രത്തിൽ ഇല്ലനിറ ആചരിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി വിഷ്ണു നമ്പൂതിരി കാർമ്മികനായി. കർക്കടക മാസാചരണവും ഇല്ലംനിറയുടെ പ്രാധാന്യവും എന്ന വിഷയത്തിൽ വിഷ്ണു നമ്പൂതിരിയുടെ പ്രഭാഷണവും നടന്നു. ശേഷം ക്ഷേത്രം ഊട്ടുപുരയിൽ ഔഷധക്കഞ്ഞി വിതരണവും നടന്നു. ചടങ്ങുകളിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KR ഹരിദാസ്, സെക്രട്ടറി KA വിജീഷ്, ട്രഷറർ PB സ്മിനീഷ്, കോർഡിനേറ്റർ V ബാലകൃഷ്ണൻ, രക്ഷാധികാരി CP സൂര്യനാരായണൻ, KR ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലംനിറയും നിറപുത്തരിയും ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി ജയചന്ദ്രൻ എമ്പ്രാന്തിരി കാർമ്മികനായി. ക്ഷേത്ര സുരക്ഷയ്ക്കായി സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെ പ്രവർത്തനോദ്ഘാടനം എരുമപ്പെട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ ആൻഡോ ഫ്രാൻസിസ് നിർവഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി, മാതൃസമിതി ഭാരവാഹികളും അംഗങ്ങളും ഭക്തരും പങ്കെടുത്തു. കടങ്ങോട് പൊറ്റംകുന്ന് ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ ഇല്ലംനിറ, നെൽക്കതിർ വിതരണം എന്നിവ നടന്നു. പൂനെല്ലിന്റെ കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ച് പൂജിച്ച് ഭഗവാന് സമർപ്പിച്ചു. പൂജിച്ച കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി. മേൽശാന്തി സച്ചിൻ കാർമ്മികത്വം വഹിച്ചു. ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം ഭരണസമിതി നേതൃത്വം നൽകി. കാഞ്ഞിരക്കോട് ശിവകുമാരഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇല്ലംനിറ നടന്നു. ക്ഷേത്രമേൽശാന്തി KK മനോജിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾക്കു ശേഷം ഇല്ലംനിറ നടത്തി. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ ട്രഷറർ MK മോഹനൻ, വൈസ് പ്രസിഡന്റ് MV ചന്ദ്രാഗതൻ, സെക്രട്ടറി KK മനോജ്, ജോയിന്റ് സെക്രട്ടറി TK സതീഷ്, MK രാജൻ, വിലാസിനി, സുരേഷ്, അജേഷ്, അനീഷ്, ബാബു, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചു. രാവിലെ 5-ന് ഗണപതി ഹോമം, തുടർന്ന് നിറപുത്തരി പൂജ എന്നിവയുണ്ടായി. പൂജിച്ച നെൽക്കതിർ ഭക്തർക്ക് വിതരണം ചെയ്തു. നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. ചിറമനേങ്ങാട് കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ടും ഇല്ലംനിറയും മഹാഗണപതി ഹോമവും നടന്നു. ക്ഷേത്രമേൽശാന്തി ഹരീഷ് തിരുമേനിയുടെ നേതൃത്വത്തിൽ നടന്ന ഭക്തിസാന്ദ്രമായ ചടങ്ങുകൾക്കു ശേഷം ഔഷധക്കഞ്ഞി വിതരണവുമുണ്ടായി. പ്രസിഡന്റ് ഷാജി വലിയറ, വൈസ് പ്രസിഡന്റ് പ്രസാദ്, സെക്രട്ടറി MK ചന്ദ്രൻ, ഖജാൻജി അനിൽ മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. പ്രയർ പാർട്ട്നേഴ്സ് ചെയിൻ PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ കുടുംബസംഗമം നടന്നു. കുന്നംകുളം വലിയങ്ങാടിയിലെ കൊള്ളന്നൂർ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സംഗമത്തിൽ മിഷൻ ട്രഷറർ KV ബാബു മാസ്റ്റർ അധ്യക്ഷനായി. പാസ്റ്റർ സാമുവേൽ ഫിലിപ്പ് നെന്മാറ വചന ശുശ്രൂഷ നടത്തി. മിഷൻ കൊയർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. കുന്നംകുളം പ്രാന്തപ്രദേശങ്ങളിലെ വിവിധ കൂട്ടായ്മക്കാർ സംബന്ധിച്ചു. ട്രസ്റ്റ് മെമ്പർ VC മാത്യു സ്വാഗതവും ജനറൽ സെക്രട്ടറി ഷാജു K ജോസ് നന്ദിയും പറഞ്ഞു. PPC ട്രസ്റ്റ് മെമ്പർമാരും
VOC ചാനൽ 24ന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും വിവിധ ശുശ്രൂഷകൾ നയിച്ചു. നിരവധി പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസ് സംഘടനാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷവും ആദരണീയവും സംഘടിപ്പിച്ചു. മറ്റം LP സ്കൂൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലെ ബഥാനിയ പകൽ വീട്ടിൽ നടന്ന ചടങ്ങ് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് EF സണ്ണി അധ്യക്ഷനായി. കണ്ടാണശ്ശേരി കൃഷി ഓഫീസർ ഡോക്ടർ ഗായത്രി രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. സഹവികാരി ജിയോ വേലൂക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഡീക്കൻ മെബിൻ കിറ്റിക്കാരൻ സന്നിഹിതനായിരുന്നു. കൈക്കാരൻ CT സ്പാർട്ടക്സ്, ഭക്തസംഘടനാ കേന്ദ്രസമിതി പ്രസിഡന്റ് DL ആന്റണി, കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് ഭാരവാഹികളായ അൽഫോൺ റാഫേൽ, KJ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. മികച്ച കർഷകരായ പ്രിൻസി ജോസഫ്, ജോബി T ഇഗ്നേഷ്യസ്, TO ജോസ്, PA ഫിലിപ്പ്, തരകൻ തോമ, MJ അന്തോണി, KM ആന്റണി, KA പോൾ എന്നിവരെ ഫാദർ ഫ്രാൻസിസ് ആളൂർ ഓണക്കോടി അണിയിച്ച് ആദരിച്ചു. ആദരവ് ഏറ്റുവാങ്ങിയവർക്കായി PA ഫിലിപ്പ് മറുപടി പ്രസംഗം നടത്തി. കൺവീനർ പിയൂസ് KI, അലക്സ് ജോസ്, നിജിൽ ജോസ്, ജസ്റ്റിൻ, ഫ്രാൻസിസ് KJ, ബാബു CJ, ഫ്രാൻസിസ് KL എന്നിവർ നേതൃത്വം നൽകി. ഇടവകയിലെ തെരഞ്ഞെടുത്ത കർഷകരെ ആദരിക്കുന്നതിനോടൊപ്പം കാർഷിക ഉപകരണങ്ങളുടെ വിപുലമായ എക്സിബിഷനും ഒരുക്കിയിരുന്നു. എക്സിബിഷന്റെ ഉദ്ഘാടനം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ഡോക്ടർ ഗായത്രി രാജശേഖരൻ നിർവഹിച്ചു. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ എക്സിബിഷൻ നടക്കും. ഡയാലിസിസ് ക്ലിനിക്കാക്കി ഉയർത്തിയ വടക്കേക്കാട് തണൽ ഡയാലിസിസ് സെന്റർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ നിർവഹിച്ചു. യോഗത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രബീന സത്യൻ, സുബൈദ പാലക്കൽ, ഷഹർബാൻ കൂടാതെ സുരേന്ദ്രൻ മാരക്കാന, M ഷംസുദ്ദീൻ, സുധാ ബാലചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. തണൽ കമ്മിറ്റി പ്രസിഡന്റ് OA മാമുണ്ണി അധ്യക്ഷനായ യോഗത്തിന് ജനറൽ സെക്രട്ടറി ലത്തീഫ് മാസ്റ്റർ സ്വാഗതവും സെക്രട്ടറി KM സെയ്ദു മുഹമ്മദ് നന്ദിയും പറഞ്ഞു. ഡയാലിസിസ് ക്ലിനിക് ആരംഭിക്കുന്നതിലൂടെ ഇനി ബ്ലഡ്, യൂറിൻ എന്നിവയുടെ പ്രാഥമിക പരിശോധനകളും രക്തസമ്മർദ്ദ പരിശോധനയുമാണ് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4:30 വരെ ക്ലിനിക്കിലൂടെ സൗജന്യമായി ലഭ്യമാവും. വേലൂർ ഇടവക കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾക്കായുള്ള നേതൃത്വ പരിശീലനം ശില്പശാല ഫൊറോന വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. ഉണർവ് എന്ന പേരിൽ സംഘടിപ്പിച്ച നേതൃത്വ പരിശീലനത്തിൽ ഫൊറോന ജനറൽ കൺവീനർ PP യേശുദാസ് അധ്യക്ഷത വഹിച്ചു. അതിരൂപത അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് കുത്തൂർ, അതിരൂപത ജനറൽ സെക്രട്ടറി AD ഷാജു എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഇടവക സെക്രട്ടറി ലീന ആന്റണി, ഷൈനി ഫ്രാൻസിസ്, കുര്യാക്കോസ് ജോൺ, ജോസഫ് കുണ്ടുകുളം, ജൂലി ഡീസന്റ്, ജസ്റ്റിൻ OK എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 1 സംഘടിപ്പിക്കുന്ന ദില്ലി മാർച്ചിന്റെ പ്രചരണാർത്ഥം CPI പുന്നൂർക്കുളം ലോക്കൽ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. അണ്ടത്തോട് സെന്ററിൽ നിന്നും ആരംഭിച്ച ജാഥ ആൽത്തറയിൽ സമാപിച്ചു. MK സലിം ജാഥ ക്യാപ്റ്റനായും ലതിക തുളസിദാസ് വൈസ് ക്യാപ്റ്റനായും EK നിഷാർ മാനേജറുമായുള്ള ജാഥ മുൻ MPയും മുതിർന്ന നേതാവുമായ CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ലതിക തുളസിദാസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PT പ്രവീൺ പ്രസാദ്, ലോക്കൽ കമ്മിറ്റി അംഗം CP ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ആൽത്തറ സെന്ററിൽ നടന്ന സമാപന പൊതുയോഗം CPI ജില്ലാ കമ്മിറ്റി അംഗം KT ഷാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തുളസിദാസ് അധ്യക്ഷത വഹിച്ചു. പെരുന്തിരുത്തി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഇടവക ദിനം ആഘോഷിച്ചു. രാവിലെ വികാരി ഫാദർ മാത്യു വർഗീസ് കൊളങ്ങാട്ടിൽ കുർബാന അർപ്പിച്ചു. ഇടവക ദിനാഘോഷ സമ്മേളനത്തിൽ ഫാദർ മാത്യു വർഗീസ് കൊളങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ, ഡോക്ടർ സിൻസി, ട്രസ്റ്റി CT അജീഷ്, സെക്രട്ടറി PA ആൽവിൻ, മുൻ കൈക്കാരൻ ഗീവർ സൈമൺ, സൺഡേ സ്കൂൾ പ്രധാനാധ്യാപിക കൊച്ചുബേബി എന്നിവർ സംസാരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കലാപരിപാടികൾ, വിവിധ മത്സരങ്ങൾ എന്നിവയും ഉണ്ടായി. ചർമ്മം ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ P പാർവതിയുടെ ഭർത്താവ് വെള്ളറക്കാട് പിഷാരത്തെ ശശി നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. അശ്വതി, അശ്വിൻ എന്നിവർ മക്കളാണ്. എയ്യാൽ കൂട്ടുങ്ങൽ കുഞ്ഞിപ്പൂ നിര്യാതനായി. 95 വയസ്സായിരുന്നു. കബറടക്കം എയ്യാൽ ഖബർസ്ഥാനിൽ നടന്നു. പരേതയായ ഫാത്തിമ ഭാര്യയാണ്. കുഞ്ഞിമോൻ, അബുമാഷ്, ഹംസ, സുബൈദ, പരേതയായ റംല, ഹനീഫ, റജുല എന്നിവർ മക്കളാണ്.
കുന്നംകുളം സെന്റ് ഗ്രിഗോറിയോസ് നഗർ തെക്കേക്കര അബി ഡേവിഡ് ഭാര്യ മേരി നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. മെബിത, ബെമിത്ത് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പൂവിളികളുമായി മലയാളികൾക്ക് വീണ്ടും ഒരു ഓണക്കാലം കൂടി. അത്തം പിറന്നതോടെ മലയാളി ഓണാവേശത്തിലേക്ക്. വ്യാപാര മേഖലയ്ക്കും ഇത് പ്രതീക്ഷകളുടെ പൂക്കാലം. അത്തമായതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളം വിരിഞ്ഞു തുടങ്ങി. ഇനി ഓണം വരെ 10 ദിവസവും ക്ഷേത്രനടയിൽ വിവിധ വർണ്ണങ്ങളിലും രൂപത്തിലുമുള്ള പൂക്കളങ്ങൾ ഒരുങ്ങും. ക്ഷേത്രങ്ങളിൽ രാമായണ മാസാചരണ സമാപനത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിറവാർന്ന സ്മരണയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ഇല്ലം നിറയാഘോഷവും ഭക്തിസാന്ദ്രം. ചാവക്കാട് പൂട്ടിയിട്ട വീടിന്റെ അലമാര കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന കേസിലെ പ്രതികളെ കർണാടകയിൽ നിന്ന് പിടികൂടി. കർണാടക കൊടുചാമുണ്ടി നഗർ സ്വദേശി പ്രസാദ്, മൈസൂർ HD കോട്ട സ്വദേശി ചോട്ട ഫയാസ് എന്ന് വിളിക്കുന്ന ഫയാസ് അഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. ഇവരെ പോലീസ് ചാവക്കാട്ടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.